നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രി മീഡിയയുടെ ഡെയിലി മന്ന എന്ന വചനധ്യാനത്തിലേക്ക് കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ഏവർക്കും സ്വാഗതം. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ നമ്മൾ കർത്താവിൻ്റെ അടയാളമായിട്ട്, അതായത് എന്തിൻ്റെ അടയാളമായിട്ട്? താൻ ദൈവപുത്രനാണ് എന്നുള്ള അടയാളമായിട്ടാണ് ഈ അത്ഭുത പ്രവൃത്തി കർത്താവ് ചെയ്യുന്നത്. വിശുദ്ധ യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്ന പദം ഇത് അടയാളങ്ങളുടെ ആരംഭമായി. എന്തിൻ്റെ അടയാളം? അവൻ ദൈവമാണെന്നുള്ളതിൻ്റെ അടയാളത്തിൻ്റെ ആരംഭം. അതാണ് മറ്റിടത്തൊക്കെ പറഞ്ഞേക്കുന്നത് അതിശയ പ്രവൃത്തി, അത്ഭുത പ്രവൃത്തി എന്നൊക്കെ. എന്നാൽ ഇവിടെ അടയാളമെന്ന് പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ ഇവിടെ കാണുന്നത് എന്താണ്? യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു, കാനാവിലെ കല്യാണം. ഇനി അവിടെ ഒരു വിഷമഘട്ടമുണ്ടാകുകയാണ്. അവിടെ വീഞ്ഞ് പോരാതെ വരികയാണ്. നമുക്കറിയാം, ഒരു കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ പലര് കാണും. അപ്പോൾ അവിടെ അവർക്ക് കൊടുക്കാനായിട്ട് ആഹാരപദാർത്ഥങ്ങളോ ഭക്ഷണപാനീയങ്ങളോ ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും പരിഹാസ വിഷയമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളെല്ലാവരെയും ക്ഷണിച്ചു, അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് ഭക്ഷണവും പാനീയവും ഒന്നുമില്ല. അത് എത്ര ഒരു ദുരവസ്ഥയാണെന്ന് ഓർക്കണം. അങ്ങനെ ഒരു ഘട്ടത്തിൽ യേശുവിൻ്റെ അമ്മ ഉടനെ വന്ന് യേശുവിനോട് പറയുകയാണ്, മോനെ, ഇവിടെ വീഞ്ഞ് തീർന്നു പോയി, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യ് എന്നുള്ള ആഗ്രഹത്തോടു കൂടെയാണ് അമ്മ പറയുന്നത്. പക്ഷെ കർത്താവ് എന്താ പറയുന്നത്? നമുക്കെന്ത് വേണം? നമ്മളെ ഇവിടെ ക്ഷണിച്ചിരിക്കുന്നു, നമ്മളിവിടെ വന്നു, നാം എന്തിനാണ് ഇത് ചെയ്യുന്നത്? കാരണം ഒന്നാമത് എൻ്റെ സമയമായിട്ടില്ല. അതായത് അടയാളങ്ങളോ അത്ഭുതങ്ങളോ ഒന്നും ചെയ്യാനായിട്ടുള്ള സമയമായിട്ടില്ല എന്നാണ് കർത്താവ് പറയുന്നത്. എങ്കിലും യേശുവിൻ്റെ അമ്മ ശിഷ്യന്മാരോട് പറയുകയാണ്, അവൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾ അപ്രകാരം ചെയ്യ്. കാരണം അമ്മയ്ക്ക് അറിയാമായിരുന്നു തീർച്ചയായിട്ടും ഈ മകൻ അതിനൊരു പരിഹാരം കണ്ടെത്തുമെന്നുള്ളത്. അപ്പോൾ ശിഷ്യന്മാർ അവിടുത്തെ ശുശ്രൂഷക്കാരെ വിളിച്ചേച്ച് പറഞ്ഞു, കർത്താവ് എന്തെങ്കിലും കൽപ്പിച്ചാൽ ചെയ്യണമെന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ശുദ്ധീകരണ നിയമം അനുസരിച്ച് അവിടെ 6 കൽപ്പാത്രങ്ങളുണ്ടായിരുന്നു. ആ ഓരോ കൽപ്പാത്രത്തിലും ഏകദേശം 2-3 പറ വെള്ളം കൊള്ളും. അപ്പോൾ ആ പാത്രങ്ങളിൽ വക്കോളം അവർ വെള്ളം നിറയ്ക്കുകയാണ്. ആ വെള്ളം നിറച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ. കാരണം അത് സർട്ടിഫൈ ചെയ്യണം, അത് ക്ഷണിക്കപ്പെട്ടവർക്ക്, അതിഥികൾക്ക് കൊടുക്കാൻ നല്ല വീഞ്ഞാണോ അല്ലയോ എന്നുള്ളത്. അവരതനുസരിക്കുകയും ചെയ്തു. അവരുടനെ തന്നെ വിരുന്നുവാഴിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു. അപ്പോൾ വിരുന്നുവാഴി അത് ടേസ്റ്റ് ചെയ്തേച്ച് പറഞ്ഞു, ഇതെത്ര ടേസ്റ്റുള്ള നല്ല സ്വാദിഷ്ടമായ വീഞ്ഞാണല്ലോ. സാധാരണ ഒരു കല്യാണത്തിന് ആദ്യം നല്ലത് കൊടുത്തേച്ച് പിന്നീട് ചോദിക്കുക, പിന്നെ അത്ര. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കർത്താവിനെ അവിടെ ക്ഷണിച്ചും അതിൻ്റെ ടേസ്റ്റ് അറിയുമ്പം ഏറ്റവും നല്ലതായിരിക്കണം. കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് പറയാനായിട്ട് അമ്മ മുതിർന്ന് സൂക്ഷിച്ചു വെച്ചിരുന്നു. കാരണം അമ്മയ്ക്ക് അറിയാമായിരുന്നു മകന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലാണ് ഇങ്ങനെ ഒരു അവസരം വരുന്നതെങ്കിൽ ഇതിൽ കൂടുതലൊരു വിഷമഘട്ടമില്ല. കാരണം ആളുകളെ ക്ഷണിച്ചിട്ട് അവർക്ക് കൊടുക്കാനായിട്ടുള്ള സാധനങ്ങൾ വീട്ടിലില്ല. എന്തൊരു അരക്ഷിതാവസ്ഥയാണ്, എത്ര പരിഹാസ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നാം ആരുടെ അടുക്കലേക്കാണ് പോകേണ്ടത്? കർത്താവിൻ്റെ അടുത്തേക്കാണ് പോകേണ്ടത്. അവന് പരിഹരിക്കാൻ വയ്യാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിലില്ല. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും അവൻ മതിയായവനാണ്.
എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. അവിടെ ആ അമ്മയുടെ വിശ്വാസവും ശിഷ്യന്മാരുടെ ആ ഒരു അനുസരണവും ഒക്കെ കൂടെയാണ് ആ വീടിൻ്റെ മാനം രക്ഷിച്ചത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥയിൽ നമുക്ക് ധാരാളമായി ഗുണമേന്മയുള്ളത് തരുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് മതിയായവനാണ്. അതും താമസം കൂടാതെ. ആ സമയത്ത് അവർ അടുത്തുള്ള സ്ഥലങ്ങളിൽ പോയി അത് വാങ്ങിച്ചുകൊണ്ട് വരാനാണെങ്കിൽ തന്നെ അന്നത്തെ കാലത്ത് വളരെയധികം സമയമെടുക്കും. അപ്പോൾ ഇവിടെ എത്രയും പെട്ടെന്നാണ് അവർക്ക് അവരുടെ കുറവുകളെ നികത്താനായിട്ട് കർത്താവ് ഒരുങ്ങിയത്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങൾ നേരിടുമ്പോൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക. അവൻ നമ്മളുടെ അപമാനമൊക്കെ മാറ്റി നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായത് തരുവാനായിട്ട് കഴിവുള്ളവനാണ്. വിശ്വസിക്കുക, ധൈര്യപ്പെടുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്.